ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ഒരു കൊഞ്ച് വറുത്തരച്ച കറിയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് ഉരുളക്കിഴങ്ങും പച്ചമുളകും പിന്നെ ഉള്ളി, കൊഞ്ചും നമ്മുടെ മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, പുളി ഇതിട്ടിട്ട് വേവിക്കാനായിട്ട് വെക്കണേ. തക്കാളി ഇട്ടില്ല കേട്ടോ. തക്കാളി ഞാൻ എടുത്തായിരുന്നു, പക്ഷെ ഞാൻ തക്കാളി ചേർത്തില്ല. കിഴങ്ങും കൊഞ്ചും കൂടി വെക്കാമല്ലോ എന്നോർത്ത്. അപ്പോൾ അത് വേകുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണേ. പിന്നെ അതിലോട്ട് കുറച്ച് ഒരു 2-3 കഷ്ണം നമ്മുടെ ചുമന്ന ഉള്ളിയും പിന്നെ വെളുത്തുള്ളി, പച്ചമുളകും വേണമെങ്കിൽ ഒരെണ്ണം നമുക്കതിലോട്ട് ഇടാം. കുറച്ച് കറിവേപ്പില, ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ. ഇത്രയും കൂടി ഇട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മളത് കരിഞ്ഞു പോകാത്ത രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. തേങ്ങ നല്ലപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമുക്ക് തീ ഒന്നല്ലെങ്കിൽ സിമ്മിലിട്ടിട്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഇച്ചിരി തീ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാമല്ലോ അത്. പിന്നെ കുറച്ച് പൊടികൾ ഞാനിവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി കേട്ടോ. ഇത്രയും പൊടികളാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ ആദ്യമേ തന്നെ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ നമുക്കത് എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് വരുമ്പോൾ എനിക്ക് തേങ്ങ വറുക്കുമ്പോഴേക്കും ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ കരിഞ്ഞു പോകുമോ എന്നൊക്കെയുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അതിന് മുന്നേ തന്നെ ഈ പൊടി ഐറ്റംസൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അത്രയും പൊടികളെല്ലാം ഇട്ട് ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ കണ്ടാൽ മാറി വന്നില്ലേ. അതിന് ശേഷം മാത്രമാണ് പൊടികളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് പിന്നെ ഈ പൊടിയും കൂടി ഇട്ട് തീ സിമ്മിൽ തന്നെ ഇട്ട് ഒന്നും കൂടി ഇങ്ങനെ ഒരു കളർ കുറച്ചുകൂടി ആകണം. ഒരു കറുപ്പ് കളർ പോലെ വരില്ല, ഒത്തിരി കറുത്ത കളറായിട്ട് വരരുത് കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ രുചിയെ മാറിപ്പോകും. അപ്പോൾ അതങ്ങനെ നമ്മൾ അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്തെടുക്കണം. പൊടിയൊന്നും കരിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ നമ്മളത് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഞാൻ എല്ലാം അരച്ച് വെച്ചു. അപ്പോൾ ഇവിടെ കിഴങ്ങും അത് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ അരപ്പം അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് തീ കൂട്ടി ഇടണം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, അതാണ് കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് തിളച്ച് കറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന ഒരു പാകമാകുമല്ലോ. അത് ഞാൻ അവിടെ അങ്ങനെ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊഞ്ചിൻ്റെ ഇങ്ങനെ ഈ കുറച്ച് അതിനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അതിങ്ങനെ താഴെ ഇങ്ങനെ പിടിച്ച പോലെ ഇരുന്നേച്ചി പിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് മാത്രം അതിങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതാണ് ഞാനിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തത് കേട്ടോ. അത് ഇപ്പം കുഴപ്പമൊന്നുമില്ല, കറി കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ആവശ്യത്തിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. ഇനി നല്ലപോലെ കറി ഒന്ന് തിളച്ച് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന പാകമായി വന്നു കേട്ടോ. പിന്നെ ഇത് മഞ്ഞ കളറിൽ ഇങ്ങനെ തോന്നുന്നത് ലൈറ്റിൻ്റെ ആ ഒരു ഇത് കൊണ്ടിട്ടാണ് കേട്ടോ. ഞാൻ ലൈറ്റ് ഇച്ചിരി കൂട്ടിയിട്ടേക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ നമുക്ക് അതിലോട്ട് നോക്കുമ്പോൾ ആ ഒരു കളർ തോന്നണം കേട്ടോ. ശരിക്കും വറുത്തരച്ച് വെച്ചേക്കുന്ന കറിയുടെ കളറായിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കണത്. നിങ്ങൾക്കത് തോന്നുന്നത് അങ്ങനെ ആയതുകൊണ്ടാണ്, ലൈറ്റ് കൂടുതലുള്ളത് കൊണ്ടിട്ടാണ് ആ ഒരു ഇത് തോന്നുന്നത്. പിന്നെ അടുക്കളയിൽ അങ്ങോട്ടൊന്നും നോക്കണ്ട, എല്ലാം അലവലാതിയായിട്ട് ഇട്ടേക്കുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കറി വെക്കാൻ നിന്നാൽ പാത്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2-3 കൊഞ്ചെടുത്ത് വെറുതെ ഉള്ളിയൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത പോലെ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെയൊക്കെ എടുത്താൽ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇച്ചിരി താളിച്ചിടേണ്ട കാര്യമുണ്ട്. ഉണക്കമുളക് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ ഉണക്കമുളക് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഉള്ളത് വെച്ച് ഞാൻ ചെയ്തിട്ട് ഇപ്പം നല്ല കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. കണ്ടോ,
നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.